നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. എളയാവൂർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിക്ക് നിർമ്മിച്ച പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എളയാവൂർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിക്ക് വേണ്ടി നാഷണൽ ആയുഷ് മിഷൻ മുഖേന ലഭ്യമായ 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ആയുഷ് ഹോമിയോപ്പതി വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ സംഘടിപ്പിക്കുന്നതാണ് ഈ ഹോമിയോ ഈ സ്ഥാപനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളെവരുടെയും അനുവാദത്തോടെ, അനുഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ നാടുകുറിച്ചും ജില്ലാഫലകം അനാച്ഛാദനം ചെയ്തുകൊണ്ട് സ്നേഹാദരദോഷം സന്തോഷവശം നിർവഹിക്കുന്നതായി ഞാൻ ആദ്യമായി അറിയിക്കുന്നു. ഈ സ്ഥാപനത്തിന് വേണ്ടി ബജറ്റ് ഫണ്ടിൽ 30 ലക്ഷം രൂപയാണ് ഇവിടെ വന്നപ്പോഴും ഈ പരിപാടി പങ്കെടുത്തപ്പോഴും നാട്ടുകാരൊക്കെ പലപ്പോഴും കണ്ടപ്പോഴെല്ലാം ഇതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്താൻ എല്ലാവരും രംഗത്തുണ്ടായി, എല്ലാവരും സഹായിച്ചു. അങ്ങനെയാണ് നമുക്ക് 30 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ നിലയിലുള്ള ഒരു ആശുപത്രി കൊണ്ടുവരികയാണ്. ചടങ്ങിൽ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര, നാഷണൽ ആയുഷ് മിഷൻ DPM KC അജിത് കുമാർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജേഷ്, ടാക്സ് അപ്പീൽ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാഹിന മൊയ്തീൻ, കൌൺസിലർമാരായ N ഉഷ, PP വത്സൻ, സാജേഷ് കുമാർ, ധനേഷ് മോഹൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ K ജ്യോതി, സൂപ്രണ്ട് ജീന, വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ആരോഗ്യ പരിപാലന രംഗത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ മുന്നേറ്റത്തിൻ്റെ ഒരു അനുഭവ സാക്ഷ്യം കൂടിയാണ് നമ്മുടെ ഈ ആശുപത്രി. ഇന്ത്യയിൽ തന്നെ ആരോഗ്യ പരിപാലനത്തിൽ 1ാം സ്ഥാനത്താണ് കേരളം. അതിന് നമ്മുടെ ആരോഗ്യവകുപ്പും ജനപ്രതിനിധികളും നാട്ടുകാരും എല്ലാവരും നൽകുന്ന സഹായങ്ങൾ. അതുകൊണ്ട് ആരോഗ്യ കേരളം അത് സാർത്ഥകമാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായി അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും പ്രാമുഖ്യം നൽകിയതും ആരോഗ്യ മേഖലയ്ക്കാണ്. ആരോഗ്യമുള്ള ഒരു ജനത, ആ ആരോഗ്യമുള്ള ജനതയെ സംരക്ഷിക്കാനും ആരോഗ്യ രംഗത്ത് അത്യന്താധുനികമായ മാറ്റങ്ങൾ പ്രാവർത്തികമാക്കാനും നടത്തുന്ന ശ്രമങ്ങളുടെ ഒരു ഭാഗം കൂടിയാണ്. സർക്കാരിൻ്റെ ബജറ്റ് ഫണ്ടിൽ തന്നെ 30 ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി വെച്ചുവെച്ചിട്ടുള്ളത്. ജില്ലയിലെ ഇന്നലെ എളയാവൂരിലെ ആശുപത്രി കെട്ടിടം ഞാൻ ഉദ്ഘാടനം ചെയ്തു. അവിടെ ജില്ലാ ആശുപത്രി ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ജില്ലയ്ക്ക് അഭിമാനകരമായ നിലയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. തീർച്ചയായും നമ്മുടെ നാട്ടുപുറങ്ങളിലാകുമ്പോൾ കൂടുതൽ സഹകരണം ജനങ്ങളിൽ നിന്നുണ്ടാവുക സ്വാഭാവികമാണ്. അതുകൊണ്ട് നിർവഹിച്ചുകൊണ്ട് ഇനിയും ആവശ്യമായ മാറ്റങ്ങളും പുരോഗതിയും കൈവരിക്കുന്നതിന് തീർച്ചയായും സർക്കാർ ജനങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം Facebook, YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.